സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും ക്രമസമാധാന പാലനവും ഒക്കെ കുത്തഴിയുമ്പോൾ ഓപ്പറേഷൻ തൂഫാനിൽ അഭിരമിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കസ്റ്റഡി മർദ്ദനവും ഗുണ്ടാവിളയാട്ടവും കേരളത്തിന്റെ സ്വൈര ജീവിതത്തിന് വീണ്ടും ഭീഷണിയാകുമ്പോൾ ആഭ്യന്തരമന്ത്രി മറ്റേതോ യൂണിവേഴ്സിലാണെന്നാണ് ഉയർന്ന വിമർശനം. പോലീസിനെതിരായ ഗുരുതര ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ ഒഴിഞ്ഞുമാറുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കസ്റ്റഡി മർദ്ദനത്തിൽ ഉള്ളുകലങ്ങി മരിച്ച ഒരച്ഛന്റെ മകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നെഞ്ചുപൊട്ടി കരയുന്ന കാഴ്ച സമീപകാല കേരളത്തിന് പരിചയമുള്ളതല്ല. തലസ്ഥാന നഗരിയിൽ നടുറോഡിൽ പട്ടാപ്പകൽ ഗുണ്ടാസംഘങ്ങളുടെ വെട്ടേറ്റ് യുവാവിന് ജീവൻ നഷ്ടമാകുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടു. അപ്പോഴൊക്കെയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഒരൊറ്റ മന്ത്രമേയുള്ളൂ: ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ പുതിയ കാലത്ത് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കേണ്ട പദ്ധതി തന്നെയാണ്. നാടിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട യുവാക്കളും വിദ്യാർത്ഥികളും സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ലഹരിയുടെ പിടിയിൽ അമർന്നു പോകുന്നത് സർക്കാർ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയവുമാണ്. എന്നാൽ അതുമാത്രമല്ല സംസ്ഥാന പോലീസിന്റെ ജോലി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ വിപുലമായ നിലയിൽ ലഹരിവേട്ട നടത്തുകയും ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതുമാത്രമായിരുന്നില്ല ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം. ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണത്തിലും ഉൾപ്പെടെ രാജ്യത്തെ നമ്പർ 1 സേനയായി കേരള പോലീസ് മാറി. എന്നാൽ ഇന്ന് സാഹചര്യം മാറുകയാണ്. കൊല്ലം കുണ്ടറയിലെ സിയാദ് എന്ന യുവാവിന് കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനോട് സിയാദിന്റെ മകൾ കരഞ്ഞു പറയുന്ന വാക്കുകൾ കേരളത്തിന്റെ നെഞ്ചു പൊള്ളിച്ചു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. തൃശൂർ കൊരട്ടിയിൽ നിരപരാധിയായ യുവാവിനെ അകാരണമായി മർദ്ദിച്ച് അവശനാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രോശിച്ചത് നിന്നെ ഓപ്പറേഷൻ തൂഫാനിൽ കുടുക്കുമെട എന്നതായിരുന്നു. തലസ്ഥാനത്ത് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ ഗുണ്ടാസംഘത്തിന്റെ വെട്ടേറ്റ് യുവാവ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ജീവന് ഭീഷണിയുണ്ടെന്നറിയിച്ചിട്ടും പോലീസ് അനങ്ങിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇതിനിടെ പോലീസ് അസോസിയേഷനുകൾ പിരിച്ചുവിട്ട് സേനയ്ക്കുള്ളിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ് UDF സർക്കാർ. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ അല്ലാതെ മറ്റൊന്നിനും ആഭ്യന്തരമന്ത്രിക്ക് മറുപടിയില്ല. അതിൽ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബമടക്കം ഉന്നയിക്കുന്നത്. കസ്റ്റഡി കൊലപാതകങ്ങൾ തിരികെ എത്തുമ്പോൾ, ഗുണ്ടാസംഘങ്ങൾ തെരുവുകൾ കീഴടക്കുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ മാത്രമല്ല കേരള പോലീസിന്റെ ജോലിയെന്ന് ആഭ്യന്തരമന്ത്രി തിരിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ സേന ആർജിച്ചെടുത്ത ജനവിശ്വാസം നിലനിർത്താൻ സക്രിയമായ നടപടികളുണ്ടാകണം. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.